എൻ്റെ പ്രിയ സഹോദരരെ, ഓർമ്മിക്കുവിൻ, നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരും ആയിരിക്കണം. മനുഷ്യൻ്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവം സ്വീകരിക്കുകയും. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ. വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശനാണ്. അവൻ തന്നെ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു, താൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് ഉടൻ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു. കേട്ടത് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായ നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. തൻ്റെ പ്രവൃത്തികളിൽ അവൻ അനുഗ്രഹീതനാകും. താൻ ദൈവഭക്തനാണെന്നൊരുവൻ വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്: അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക, ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ കാത്തു സൂക്ഷിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം വളരെയധികം കൃപയുടെ വചനമാണെന്ന് പറയാൻ കാരണം, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകാൻ നാം ചെയ്യേണ്ട കാര്യമെന്തെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയൊരു വചനമാണ്. ഇതിൻ്റെ ഉള്ളടക്കം ഇതാണ്: ദൈവവചനം കേൾക്കുന്നവർ മാത്രമാകാതെ അത് അനുവർത്തിക്കുന്നവരും പ്രാവർത്തികമാക്കുന്നവരുമായി തീരുക. എന്നാൽ പലപ്പോഴും കാണാം, വലിയ അഭിഷേകത്തിൻ്റെ വചനം കേൾക്കുന്നിടത്തേക്ക് ആളുകൾ ഓടിക്കൂടാറുണ്ട്. ഞങ്ങളുടെ സെൻറ്ററിലൊക്കെ ധാരാളം ആളുകൾ ഒന്ന് കൂടും. ചിലപ്പോൾ ധ്യാനം കഴിയുമ്പോൾ ഞാൻ ആളുകൾ വിളിച്ചു ചോദിക്കും, ഇന്ന് എന്താ അച്ഛൻ ക്ലാസ് എടുത്ത്? അപ്പോൾ ഒന്നുമില്ല, മനസ്സിലൊന്നുമില്ല, കേട്ടിങ്ങനെ പോവുക, പെരിഫറലായിട്ട് ഇങ്ങനെ മുകളിൽ കൂടെ ഒഴുകി പോവുക. എനിക്ക് സങ്കടം വരാൻ തുടങ്ങി. ശരിക്കും ഭയങ്കര സങ്കടമാണ്. അത് ശരിയല്ല. ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി വരുന്നവരല്ല, സ്വീകരിക്കുന്നവരാണ്. അതാണ് ഈ വചനം പറയുന്നുണ്ട്: ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവം സ്വീകരിക്കുവിൻ എന്ന് പറയുന്നു. ലൂക്കാ സുവിശേഷം 2:19 2:51 വചനമുണ്ട്. പരിശുദ്ധ മറിയത്തെക്കുറിച്ച് പറയുന്നത്, അമ്മയാകട്ടെ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായിട്ട് ധ്യാനിച്ചുകൊണ്ട് നടക്കുന്നു, ചിന്തിച്ചുകൊണ്ട് നടക്കുന്നു. അവരാണ് ഈശോ സ്വീകരിക്കുന്നത്. വചനം ഈശോയാണ്. അതായത് യോഹന്നാൻ 1:14-15, അതായത് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഈ ദൈവവചനം, ആ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് ഞാൻ അത് മാംസം ധരിക്കുക, അനുദിനം വചനവുമായിട്ട് താതാത്മ്യപ്പെട്ട് മാറുക, മറ്റൊരു ക്രിസ്തുവായിട്ട് മാറുക. ഒരു ക്രൈസ്തവൻ്റെ ദൈവവിളിയത. എന്തിനാണ് ഞാൻ ഈശോ അനുഗമിക്കുന്നത്? ഓരോ ദിനങ്ങൾ കഴിയുമ്പോൾ, അല്ല ഓരോ വർഷങ്ങൾ കഴിയുമ്പോൾ ഞാൻ മറ്റൊരു ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെട്ടു വരണം. വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ ജീവചരിത്രം പഠിക്കുമ്പോൾ, വിശുദ്ധ കൊച്ചു തെരേസയുടെ ജീവചരിത്രം പഠിക്കുമ്പോൾ, അനേകം വിശുദ്ധരുടെ ജീവചരിത്രം പഠിക്കുമ്പോൾ കാണാൻ പറ്റും അനുദിന ശ്രമം എന്താണ്? മറ്റൊരു ക്രിസ്തുവായിട്ട് മാറാനുള്ള തീവ്രമായ പരിശ്രമം. എല്ലാ കാര്യങ്ങളും അവൻ്റെ സഹനത്തിലും അവൻ്റെ പീഡാനുഭവത്തിലും അവൻ്റെ കുരിശുമരണത്തിലും അവൻ്റെ ഉത്ഥാനത്തിലും എല്ലാം പങ്കുചേരുന്ന ജീവിതമായിട്ട് മാറുക. പക്ഷേ ഇന്ന് പല ക്രൈസ്തവരും അതിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് വചനത്തെ തിരസ്കരിക്കുന്നത്. പല ആളുകളും പങ്കെടുക്കുന്നത് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അത് മാത്രം കണ്ടാൽ മതി. അത് കണ്ടിട്ട് അവർ പോകുന്നത് കാണാൻ പറ്റൂ. അതാണ് കേട്ടിട്ട് പോകുന്ന ആളുകൾ. പക്ഷെ അവർ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അതല്ല ക്രൈസ്തവൻ്റെ ജീവിതം. അവൻ ക്രിസ്തുവിൻ്റെ എല്ലാ ജീവിതത്തിലും പങ്കെടുക്കണം, പങ്കുചേരണം. അവൻ ബെത്ലഹേമിൽ ജനിച്ചെങ്കിൽ ദാരിദ്ര്യത്തിനോട് അവന് സ്നേഹമുണ്ടായിരിക്കണം. ദാരിദ്ര്യത്തെ വെറുക്കുന്നവൻ ബെത്ലഹേമിൽ പറന്ന ക്രിസ്തുവിനെ വെറുക്കുന്നവനെന്ന് പറയാൻ പറ്റും. ഈശോയുടെ വചന ശുശ്രൂഷ, ദൈവവചനത്തെയും വചന ശുശ്രൂഷകളെയും വെറുക്കുന്നവൻ ക്രിസ്തുവിൻ്റെ വചനത്തെയും വചന ശുശ്രൂഷയും കർത്താവിൻ്റെ വലിയ ദൗത്യങ്ങളെയും എല്ലാം സഭയൊക്കെ തള്ളിപ്പറയുന്ന ജീവിതങ്ങളായിട്ട് മാറുന്നു. വീണ്ടും കാണാം ഈശോയുടെ
അത്ഭുതങ്ങൾ അതിലും പങ്കെടുക്കണം. ക്രൈസ്തവൻ ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ ശക്തി അവൻ കാണേണ്ടവനാ, അനുഭവിക്കണം. അതും അവനിലൂടെ വെളിപ്പെടണം. ഈശോ ആഗ്രഹിക്കുന്നുണ്ട്, അവനിലൂടെ വെളിപ്പെടാൻ ആഗ്രഹം. ഈശോയുടെ പവർ, ഈശോയുടെ ആത്മാവിൻ്റെ ശക്തി വെളിപ്പെടേണ്ടതാണ്. ഈശോയുടെ അവസാനം കാണാൻ പറ്റും പരിശുദ്ധ കുർബാന. ഈശോയുടെ പരിശുദ്ധ കുർബാനയിലും സഭയിലെ ദിവ്യബലിയിൽ കൃപയിൽ പങ്കെടുക്കേണ്ടവനാണ് അവൻ. കർത്താവിൻ്റെ ഗത്സമൻ തോട്ടത്തിലെ പ്രാർത്ഥനയിലും പങ്കുചേരേണ്ടവനാ. മാറിയിരുന്ന് ഉറങ്ങിയ ശിഷ്യന്മാരെ അതുകൊണ്ട് ഈശോ ഉണർന്ന് പ്രാർത്ഥിക്കുക, എന്നെപ്പോലെ നിങ്ങളും പ്രാർത്ഥിക്കുക, എന്നെപ്പോലെ നിങ്ങൾ ഉണർന്നിരിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു പ്രാർത്ഥന, സഹനം നിറഞ്ഞ പ്രാർത്ഥന, രക്തം വിയർക്കുവോളമുള്ള പ്രാർത്ഥനയിൽ ക്രൈസ്തവനും ക്രിസ്തുവിനോട് അനുരൂപപ്പെടണം, ഐക്യപ്പെടണം. വീണ്ടും ഈശോയുടെ പീഡാസഹനം ഈശോ തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഈശോയെ അവർ അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുന്നു. ചമ്മട്ടിയോട് അടിയേൽക്കേണ്ടി വരുന്നു ഈശോ. നമുക്കറിയാം, ഈശോയെ കൽത്തൂണി കെട്ടിയിട്ട് ചമ്മട്ടിയോട് അടിക്കുമ്പോൾ ഉച്ചമുതലും കാലം വലിച്ചു കീറുമ്പോൾ ആമേൻ പറഞ്ഞുകൊണ്ട് നിശബ്ദതയോടെ നിൽക്കുന്നു. വായിന്ന് പാഴ്വാക്ക് വരുന്നില്ല, സഭവാക്ക് വരുന്നില്ല, സ്നേഹം മാത്രം, സ്നേഹം മാത്രം. സ്നേഹത്തിൻ്റെ സ്വഭാവമാണ്. കാരണം ദൈവം സ്നേഹമാണ്, ഈശോ സത്യദൈവമാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുക. വീണ്ടും ഈശോയുടെ പീഡാസഹനം, ആ പീഡാസഹനത്തിനും ക്രൈസ്തവം പങ്കുചേരണം. ഇതുപോലെ പങ്കുചേരണം, ഒന്നായിത്തീരണം. ഞാൻ ഈശോയോട് അനുരൂപപ്പെടുക. അനുദിനം യാത്രയത ഈശോ കുരിശുമാർ. അതെ, ശരിക്കും ഈശോയെ പോലെ ജീവിക്കുന്ന വ്യക്തികളുടെ അവസാനം വലിയ സഹന ബലിയായിട്ട് മാറുക. സഹന ബലിയായിട്ട് മാറുക. ക്ഷമിക്കണം, എല്ലാവരും ക്ഷമിക്കണം, എല്ലാവരും ക്ഷമിക്കണം, സഹിക്കണം, എളിമപ്പെടണം, ഭൂമിയോളം എളിമപ്പെട്ട് നിൽക്കണം. അങ്ങനെ സഹന ബലിയായിട്ട് തീരുക. അതിനുശേഷം ഉയർപ്പിക്കപ്പെടുക. അതിനുവേണ്ടി ഒരു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ലക്ഷ്യം അതാണ്. അല്ലാണ്ട് വെറുതെ ഒരു പരിപാടി കൂടുകയല്ല, വെറുതെ ഒരു മീറ്റിങ്ങിൽ കൂടുകയല്ല. അവൻ ക്രിസ്തുവിനോട് അനുദിനം അനുഭവപ്പെടുക. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വെറും വചനം കേൾക്കുന്നവരായിട്ട് മാറാതെ വചനം സ്വീകരിക്കുന്നവരായിട്ട് മാറുക. ഈശോയുടെ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന മക്കളായിട്ട് മാറുക. ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന മക്കളായിട്ട് മാറുക. വചനത്തോട് ആത്മ ബന്ധം പുലർത്തുന്ന വ്യക്തികളായിട്ട് മാറുക. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വചനത്തിൽ പറയുന്ന പോലെ നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയൊരു സമൂഹമുള്ളതിനാൽ നമ്മെ അലട്ടുന്ന പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാം. നമുക്ക് ആ നിശ്ചയിച്ചിരിക്കുന്ന ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ ഓടിത്തീർക്കാം. നമ്മുടെ രക്ഷകനും നാഥനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഓടുവാൻ എന്ന് പറയുമ്പോൾ ക്രൈസ്തവനോട് പറയുക, സഭ പറയുക, നീ ക്രിസ്തുവിനെ അനുഗമിക്കണം. ഈശോയുടെ പിന്നാലെ നീ ഓടണം. ഈശോയുടെ പിന്നാലെ നീ ഓടി കാൽവരി കയറി അതിനപ്പുറത്ത് നീ ഈശോയുടെ പുനരുത്ഥാനത്തിൻ്റെ കല്ലറയിൽ നീയും പ്രവേശിക്കണം. നീയും അതിന് പുറത്തിറങ്ങണം. ഉയർപ്പിൻ്റെ ജീവിതത്തിലേക്ക് വരണം. ഇത് വെറും ചിന്തകളല്ല, ഉട്ടോപ്യൻ ഐഡിയ അല്ല, നടക്കുകയില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നതല്ല ഇത്. മറിച്ച് ക്രൈസ്തവൻ ഈശോയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. പൗലോസ് പറഞ്ഞ പോലെ യേശുക്രിസ്തുവിനുള്ള സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഉള്ളിൽ ഈശോയുള്ള തീവ്രമായ സ്നേഹം, ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ബാക്കിയെല്ലാം മറക്കുന്ന പൗലോസ്ലീഹ എല്ലാം മറക്കുക. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 7-8-9 വചനം പറയുന്ന പോലെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം മറ്റെല്ലാത്തിനേക്കാളും വിലയേറിയതാകിയാൽ ബാക്കി സകലം നഷ്ടമായും ഉച്ഛിഷ്ടമായും കരുതുന്ന മനുഷ്യൻ, എല്ലാം ഉപേക്ഷിക്കുന്ന മനുഷ്യൻ. പൗലോസ് പറയുന്നത്, എനിക്ക് നേടാമായിരുന്നതെല്ലാം ക്രിസ്തുവിനെ പറ്റി ഞാൻ നഷ്ടമായി ഞാൻ കരുതി. അത് വിട്ടേച്ചു, ഉപേക്ഷിച്ചു. എല്ലാം ഞാൻ ഉപേക്ഷിച്ചു. എൻ്റെ പേരും പെരുമയും എൻ്റെ വർഗവും എൻ്റെ മതവും എല്ലാം ഈ പറയാണ്, യഹൂദ മതം പോലും എല്ലാം കളഞ്ഞിട്ട് ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്ന ഒരു നല്ലൊരു തീർത്ഥാടകനെ പോലെ പോവുക. ജീവിതം അവസാനം ദിവസമായിട്ടും ഒന്നായിത്തീരുന്ന മറ്റൊരു ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെടുന്ന ഉത്ഥാനത്തിന് യോഗ്യനായപ്പെട്ട വ്യക്തിയായിട്ട് മാറുന്ന കാണാൻ. അതാണ് പൗലോസ് നടക്കുന്ന വലിയൊരു സംഭവം. അതാണ് വചനം കേട്ട് സ്വീകരിക്കുന്നവർക്കത് പറ്റുള്ളൂ. അല്ല വചനത്തിൻ്റെ കൂട്ടായ്മ ഇരുന്നുകൊണ്ട് കാര്യമില്ല. കേൾവിക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, 10,000-കണക്കിന് ആൾ കേൾക്കാൻ വരും. പക്ഷെ അനുസരിക്കുന്നവരായി തീരുക, വചനം പാലിക്കുന്നവരായി തീരുക. അതാണ് ശരിക്കും നമ്മൾ സംഭവിക്കേണ്ട വലിയ അത്ഭുതം. അതാണ് വീണ്ടും വചനം പറയാം, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരാകുക. പാലിക്കണം, കുടുംബത്തിൽ പാലിക്കണം. ക്ഷമയുടെ വചനം കേട്ട് കഴിയുമ്പോൾ അന്ന് മുതൽ ഞാൻ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാകണം. സഹനത്തിൻ്റെ വചനം സ്വീകരിച്ചു കഴിയുമ്പോൾ ഞാൻ സഹിക്കുന്ന വ്യക്തിയായിട്ട് മാറുക. കുരിശിൻ്റെ വചനം കേട്ട് കഴിയുമ്പോൾ കുരിശെടുക്കുന്ന വ്യക്തിയായിട്ട് തരിക. അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ വചനം കേട്ട് കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ വരിക. വിശ്വാസത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ വിശ്വാസത്തോടെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പൈശാചിക ബന്ധനമുള്ളവർക്ക് വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അങ്ങനെ ഈശോ പറയുന്ന അതേ വഴിയിലൂടെ നടന്ന് മുന്നോട്ട് പോവുക. സഭയിൽ ജീവിക്കുക, കൂദാശയുടെ ജീവിതം നയിക്കുക, കൃപയുടെ ജീവിതം നയിക്കുക. അതാണ് ക്രൈസ്തവന് വേണ്ടത്. അത്രമാത്രം അവൻ ഈശോയുമായിട്ട് ഒന്നായി തീരണം. വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശനാണ്. അവൻ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു. താൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് ഉടനെ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു. അതാണ് ചെല്ലുകൊണ്ട് വചനത്തിൻ്റെ കണ്ണാടിയുടെ മുമ്പ് നിൽക്കും. വചനപ്രഘോഷണം കേട്ടു, തെറ്റെല്ലാം അറിഞ്ഞു. എന്നിട്ട് പോകുമ്പോൾ അവനറിയാം അവൻ്റെ മുഖത്ത് ചെളികളുണ്ട്, അവൻ്റെ ഹൃദയത്തിൽ ചെളികളുണ്ട്, അതവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് പോകുന്നവൻ ആത്മവഞ്ചന നടത്തുക. പാപത്തിൽ ജീവിക്കുന്ന വ്യക്തിയാ.
സാത്താന്റെ അടിമകളായിട്ട് ജീവിക്കുക. അതാണ് പൈശാചിക ബന്ധനം. മാനസാന്തത്തിലേക്ക് വരുന്ന കേൾവിക്കാരായിട്ട് മാറുന്നു. അത് പാടില്ല മക്കളെ. ഈശോ പറഞ്ഞത് അവർ അധരം കൊണ്ട് എന്നെ സ്തുതിക്കുന്നു, എന്നാൽ ഹൃദയം എന്നു വളരെ ദൂരത്താണ്. ഈശോ പറയുന്നുണ്ട് അവർ അധരം കൊണ്ട് എന്നെ വിളിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്ന് വളരെ ദൂരത്താണ്. നോക്കിക്കേ ഈ വചനം. അതാണ് ഹൃദയം അടുക്കാതെ ഒരിക്കലും ദൈവത്തോട് അടുക്കാൻ പറ്റത്തില്ല. അധരം കൊണ്ട് ആർക്കും അടുക്കാൻ പറ്റില്ല. കുറേ ഹല്ലേലൂയ വെച്ചാൽ പോലും അടുക്കാൻ പറ്റത്തില്ല. സ്തുതി പറഞ്ഞാലും എത്താൻ പറ്റത്തില്ല. അടുക്കുന്നത് ഹൃദയം കൊണ്ട്. ഒരു ഇഷ്ടമാണ് ഈശോയോടുണ്ടാകുന്ന ഒരു ആത്മബന്ധമാണത്. സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. ഈശോയോട് ഭയങ്കരമായൊരു ഇഷ്ടം വരുന്ന ആ ഒരു ബന്ധം വരുമ്പോൾ അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്ക് സംഭവിക്കുക. പരിശുദ്ധാത്മാവ് നിറയുക, പുതിയ പുതിയ അഭിഷേകത്തിൻ്റെ മക്കളായിട്ട് മാറുക. അതാണ് പ്രിയപ്പെട്ടത് നമ്മളായിത്തീരേണ്ടത്. അതിനുവേണ്ടിയുള്ള ഒരു യുദ്ധത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ശരിക്കൊരു യുദ്ധക്കളവ, ആത്മീയ സമരം. എഫേസസ് ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 10 മുതൽ വചനത്തിൽ പറയുന്ന പോലെ ഒരു ആത്മീയ സമരമാണിത്. ആത്മീയ ജീവിതത്തിൽ, എൻ്റെ ആത്മീയ ജീവിതത്തോട് ഒരു സമരം നടത്തുക. പൈശാചിക ശക്തികളോടും അവൻ്റെ പ്രവർത്തനങ്ങളും തള്ളിപ്പറഞ്ഞുകൊണ്ട്, അന്ധകാരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൻ്റെ ജീവൻ നയിക്കുന്ന ഒരു വലിയൊരു അഭിഷേകത്തിൻ്റെ മക്കളായിട്ട് മാറുക. വീണ്ടും വചനം പറയുന്നു, അതായത് വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യൻ സദൃശനാണ്. അവൻ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു. അവൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് ഉടനെ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു. കേട്ടത് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ്. പൂർണ്ണമായ നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. തൻ്റെ പ്രവർത്തികളിൽ അവൻ അനുഗ്രഹീതനാവും. അവൻ അനുഗ്രഹം കിട്ടും. വചനം കേട്ടിട്ട് പോകരുത്, സ്വീകരിച്ചിട്ട് പോവുക, സ്വന്തമാക്കുക. എളിമയുടെ വിശ്വാസത്തിൻ്റെ വിശുദ്ധരെ ശരീരത്തെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാക്കാൻ പറയുമ്പോൾ അതുപോലെ ആക്കിയെടുക്കുക. അങ്ങനെ ഈശോ പറയുന്ന അനുസരിച്ച് ഈശോയുടെ ഒബീഡിയൻറ്റ് ഡിസൈപ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദാറ്റ് ഐ ഹാവ് ടു ബിക്കം ആൻ ഒബീഡിയൻറ്റ് ഡിസൈപ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈശോയുടെ വളരെ അനുസരണമുള്ള നല്ലൊരു മകളായിട്ട് മാറണം. അപ്പോഴാ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകും. വീണ്ടും വചനം പറയുക, താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. കുറ്റം പറയുന്നത് കാണാൻ പറ്റും. ഭയങ്കര വിമർശിക്കും, മറ്റുള്ളവരെ വിമർശിക്കും, സഭയെ വിമർശിക്കും, അയൽക്കാരെ വിമർശിക്കും, ഭർത്താവിനെ വിമർശിക്കും, ഭാര്യയെ വിമർശിക്കും, ഭയങ്കര കുറ്റവും പറഞ്ഞ് പാഴ്വാക്കുകൾ പറഞ്ഞ് ശാപത്തിൻ്റെ വാക്കുകൾ, ചീത്ത വാക്കുകൾ പറയുന്നു. അതേസമയം ഞാൻ ദൈവഭക്തനാണെന്ന് പറയുമ്പോൾ പറയാണ്, അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. അവൻ്റെ ഭക്തി ദൈവസന്നിധിയിൽ ഒന്നും എത്തുന്നില്ല. അവൻ്റെ ഭക്തി പ്രകടനം മാത്രം ആ ദൈവം പരിഗണിക്കുന്നില്ല, തിരിഞ്ഞുപോലും നോക്കുന്നില്ല. അതുകൊണ്ട് ഹൃദയവും ജീവിതവും തമ്മിൽ നല്ല പൊരുത്തം വേണം. വിശ്വാസവും ജീവിതവും തമ്മിൽ പൊരുത്തം വേണം. വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തം വേണം. സഹനമുണ്ടാകുമ്പോഴുള്ള നമ്മുടെ പ്രതികരണം നോക്കിയാൽ മതി. നമ്മളിലുള്ളത് ഏത് അഭിഷേകമാണ് തിരിച്ചറിയാൻ പറ്റും. തകർച്ചയുണ്ടാകുമ്പോൾ, ദുരിതമുണ്ടാകുമ്പോൾ, സഹനമുണ്ടാകുമ്പോൾ, അപമാനമുണ്ടാകുമ്പോൾ, നിന്ദനമുണ്ടാകുമ്പോൾ, ഒറ്റപ്പെടലുകൾ ഉണ്ടാകുമ്പോൾ ഉള്ള എൻ്റെ പ്രതികരണം, നമ്മുടെ ഓരോരുത്തരുടെയും പ്രതികരണം നോക്കിയാൽ മതി. ഏത് തീരുമാനം എടുക്കുന്നത്, എങ്ങോട്ടാണ് ഓടുന്നത്? ചിലർ ഓടുന്നത് മദ്യഷാപ്പിലേക്ക്, ചിലർ പോകുന്നത് വേശ്യാലയത്തിലേക്ക്, ചിലർ പാപത്തിൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക്. അങ്ങനെ ഓടുമ്പോൾ ശരിയായ മനുഷ്യൻ, ദൈവസ്നേഹം നിറഞ്ഞ മനുഷ്യൻ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ മനുഷ്യൻ, അവൻ എങ്ങോട്ട് ഓടുന്നു? അവൻ ശാന്തനായിട്ടിരിക്കും. അവനറിയാം ദൈവം വഴി നടത്തും, ദൈവത്തിൻ്റെ പദ്ധതി നടക്കും. അതായത് സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. ദൈവം ശാന്തമാക്കിക്കൊള്ളും. എൻ്റെ ദൈവത്തെ വിളിച്ചാൽ മാത്രം മതി, വേറെ ആരും വിളിക്കേണ്ട ആവശ്യമില്ല. അതാണ് കടലിലൂടെ ശിഷ്യഗണം വള്ളത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കൊടുങ്കാറ്റുണ്ടാകുന്നു. കടൽ ഇളകി മറിയുമ്പോൾ അവർ വിളിക്കുന്ന ഈശോയെ വിളിക്കും. ഈശോ എഴുന്നേറ്റിട്ട് ഈശോ അവനും ഈശോയെ വിളിക്കുകയുള്ളൂ. ചില ജീവിതത്തിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത മേഖലകൾ, നമുക്ക് മുന്നോട്ട് പോകാൻ മേലാത്ത അവസ്ഥകൾ വരുമ്പോൾ വേറെ ആരും വിളിക്കില്ല. വിളിക്കേണ്ടവനെ വിളിക്കണം. വിളിക്കേണ്ടവനെ വിളിച്ചാലേ ജീവിതത്തിന് ഉത്തരം കിട്ടുകയുള്ളൂ. എന്തൊരു പ്രശ്നം ഉത്തരം കിട്ടുന്ന ദൈവം തരും. അതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇനി വചനം കേട്ടിട്ട് ഹൃദയത്തിൽ അത് ഉറപ്പിക്കാം. നമുക്ക് പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ വെച്ച് ധ്യാനിച്ചതുകൊണ്ടാണ് ആ മകള് കൃപയുടെ മകളായിട്ട് മാറുന്നത്, ദൈവത്തിൻ്റെ അമ്മയായിട്ട്, ദൈവത്തിൻ്റെ പുത്രിയായിട്ട് മാറും, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ഒരു അഭിഷേകം നമ്മിലേക്ക് വ്യാപിക്കാൻ വേണ്ടി തീവ്രമായിട്ടൊന്ന് ആഗ്രഹിക്കാം. ഇന്നത്തെ ശുശ്രൂഷ സമയത്ത് പരിശുദ്ധാത്മാവിന് ശക്തമായ കരം കടന്നു വന്നിട്ട് പാശ്ചാത്യ ബന്ധനങ്ങൾ, സാത്താൻ്റെ കെട്ടുകൾ എല്ലാം അഴിഞ്ഞു പോകട്ടെ, അന്ധകാരം വിട്ടുപോകട്ടെ. നമ്മുടെ ഹൃദയത്തിൽ വചനത്തിന് സ്ഥാനം കൊടുക്കാം. വചനത്തിന് സ്ഥാനം കൊടുക്കുന്നവൻ ഈശോയ്ക്ക് സ്ഥാനം കൊടുക്കുന്ന വ്യക്തിയാണ്. ഈശോയ്ക്ക് സ്ഥാനം കൊടുക്കും. വചനം വായിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എളിമയിലായിരിക്കുക, എളിമപ്പെടുക, നിശബ്ദത പാലിക്കുക. സഹനത്തിൻ്റെ നിമിഷത്തിൽ എടുക്കേണ്ട ഏറ്റവും വലിയ കൃപയാണ്. സഹനം വിജയിക്കണമെങ്കിൽ, ഒരു പ്രശ്നത്തെ തോൽപ്പിക്കണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വഴിയെന്നറിയോ? ബി സൈലൻറ്റ്, ശാന്തമാകുക, ദൈവത്തിൽ ആശ്രയിക്കുക, ആരോടും വിദ്വേഷം കൂടാതെ. നമ്മളെ
തീർക്കുന്ന ജീവിതങ്ങളോടും വിദ്വേഷം കൂടാതെ, നമ്മളെ നശിപ്പിക്കാൻ വരുന്ന വിദ്വേഷം കൂടാതെ സ്വന്തമായിട്ട് നിൽക്കുക. ദൈവത്തിൻ്റെ കരം അവിടെ വരും. ഒരു അദൃശ്യ കരം വന്നിട്ട് അത്ഭുതകരമായിട്ട് ആ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ, അതിജീവിക്കാൻ കൃപ നൽകും. പക്ഷേ പലപ്പോഴും അങ്ങനെയല്ല. ദൈവവചനം കേൾക്കില്ല. നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം പോവുക, നമ്മൾ നമ്മുടെ തീരുമാനം അനുസരിച്ച് പോവുക, നമ്മൾ എടുത്തിയാടുക. ഈ എടുത്തിയാട്ടം കഴിയുമ്പോഴത്തേക്കും എല്ലാം തകരും. സാത്താൻ കയറി കുടുംബം തീർക്കും, മക്കളെ തീർക്കും, ഭാവി തീർക്കും. ഒരുപാട് പ്രശ്നങ്ങളാണ് ഇതിൻ്റെ ഓരോ കുടുംബങ്ങൾ എടുക്കുമ്പോൾ 20 പ്രശ്നമാണ്. ഈ പ്രശ്നത്തെ തോൽപ്പിക്കാൻ ഒറ്റ വഴിയുള്ള മക്കളെ, ദൈവവചനം വായിച്ച് ആ വചനത്തിൽ ഈശോ എന്ത് പറയുന്നു അത് കേൾക്കുക, അത് സ്വീകരിക്കുക, അത് ചെയ്യുക. അതല്ലേ പരിശുദ്ധ മറിയം പറയുന്നത്. പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. വലിയ വചനമാണ്. അവൻ പറയുന്നത് കനായിലെ കല്യാണം വരുന്നില്ല, അത്ഭുതം ഉണ്ടാകും. അവിടെ അത്ഭുതം ഉണ്ടാകണമെങ്കിൽ, അവിടെ അടയാളം ഉണ്ടാകണമെങ്കിൽ, വലിയൊരു സംഭവം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ അവൻ പറയുന്നത് ചെയ്യാനാണ് പറഞ്ഞത്. അവൻ പറയുന്നത് കേൾക്കാനല്ല, അവൻ പറയുന്നത് ചെയ്യുക. അവൻ പറയുന്നത് ചെയ്യുക. അവൻ എന്ത് പറഞ്ഞു ചെയ്യുക. വർക്കൗട്ട് ചെയ്യണം. കേട്ടോണ്ടിരുന്നാൽ പോരാ, വർക്കൗട്ട് ചെയ്യണം, പ്രവർത്തിക്കണം. പ്രവർത്തിച്ച് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരും. അത്ഭുതം ഉണ്ടാവും, അടയാളം ഉണ്ടാവും. ഇന്ന് വചനം വിശുദ്ധി പാലിക്കണം, തിന്മ കളയണം, നിന്നിലൂടെ കുടുംബത്തിലുള്ള തഴക്കദോഷങ്ങൾ എടുത്ത് കളയണം, മദ്യക്കുപ്പിയൊക്കെ എടുത്ത് വലിച്ച് എറിയണം, എല്ലാം കളയണം. മുഴുവൻ കളഞ്ഞിട്ട് നീ കർത്താവിന് നിൻ്റെ ജീവിതം, നിൻ്റെ കുടുംബം ഈശോയ്ക്ക് വിട്ടുകൊടുത്തേ. നീ കാണും, അത്ഭുതം കാണും. സാത്താൻ നിൻ്റെ കുടുംബത്തെ വിട്ടുപോകും, അന്ധകാരം വിട്ടുപോകും. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വന്ന് നിറയുകയും ചെയ്യും.